ശരീരത്തിന്റെ ഉള്ളിലാണോ താമസിക്കുന്നത്? അല്ല. നമ്മുടെ ശരീരത്തിന്റെ അനിമൽ, ഇൻസെക്ട്, ബേർഡ്, ഫിഷ്. ആനിമൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻസെക്ട് എന്ന് പറയാം. അനിമൽ എന്ന് പറയാൻ പറ്റില്ല, ഇൻസെക്ട് എന്ന് പറയാം. അതെ, ഇതിൽ കിടത്തിപ്പെടുന്ന എനിക്കറിയത്തില്ല. ചെറുണ്ടോ? ഇല്ല. ഇത് സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എഴഞ്ഞാണോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ? നടന്നെന്നും പറയാം, നടന്നെന്നും പറയാം. കാലുകളുണ്ട്. ഇതിന് കുറെ കാലുണ്ടോ? എണ്ണി നോക്കാൻ പറ്റും. എനിക്ക് എണ്ണി നോക്കാം. ഒരു 5 കാലിൽ കൂടുതൽ അതൊന്നും പറഞ്ഞത് 2 വീട് എടുക്കാം. പെട്ടെന്നാണോ? അത്രയും കാണുന്നത് അത്രയും കാണത്തില്ല. പെട്ടെന്നുണ്ടാവില്ല, നടന്നു പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാൻ സിമ്പിൾ. നമ്മൾ ഒരു പഞ്ചസാര വെച്ചാ അതിന്റെ അടുത്ത് വരും. മന്ദബുദ്ധി മറ്റേ ചോദ്യോത്തരത്തിന് അതെല്ലാം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാണുന്നു. വീട്ടിൽ കാണും. വീട്ടിൽ എവിടെ കാണും പറഞ്ഞു. വീടിന്റെ പുറത്താണോ ഉണ്ടാവും, അകത്താണോ? അത് പറയാം. നമ്മളുള്ളടത്തൊക്കെ കാണും. നമ്മൾ ഉള്ളോട്ടൊക്കെ ഉണ്ടാവുന്നു. എല്ലായിടത്തും ചിലയിടങ്ങളിൽ. ഇപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയിട്ട് വീട്ടിന്റെ 10 വയസ്സാണ്. അത് ആരുടെ കൂടെ വരുന്നെന്ന് പറയാം. ആരുടെ കൂടെ? ചിലപ്പോ നീ വരുമ്പോ ചിലപ്പോ കാണും. ഇപ്പൊ ഞാൻ വരുമ്പോ ആരുടെ കൂടെ ഉണ്ടോ ചിലപ്പം വന്നില്ല. നാറ്റോ സോറി അല്ല. ഇപ്പൊ ഞാനിപ്പോ അവനോടത്ത് താമസിച്ചു. നമ്മൾ അതിനെ ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടുത്തെ താമസന്മാർ വേറെ എടുക്കും. അല്ലെങ്കിൽ പിന്നെ അവനെ നമ്മൾ അവനെ കൊന്നു കളയും, അത് എടുത്തു കളയും. എളുപ്പ ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണോ താമസിക്കുന്നത്? അല്ല. നമ്മുടെ ശരീരത്തിന്റെ വീടിന്റെ പുറത്തുണ്ടാവാ. പുറത്തൊക്കെ നമ്മുടെ പുറത്തൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നീ ഉള്ളിടത്ത് കാണുന്നില്ല, ചിലപ്പോൾ ഞാൻ ഉള്ളിടത്ത് കാണുന്നില്ല, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉള്ളിടത്ത് കാണും. ഇപ്പം ഇതിന് കൃഷി ചെയ്യും? കൃഷി പോകും. ഇല്ല. ചിലരതിനെ ശ്രദ്ധിക്കാതെ കൊണ്ട് നടക്കാറുണ്ട്. ഇതിപ്പോ താമസിക്കാൻ ഞാൻ ചോദിക്കണ എന്താ വെച്ചാൽ, ഇതിപ്പോ താമസിക്കാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടി വെച്ച് അങ്ങനെയാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലയോ, നമ്മളൊരിടത്ത് അവരെ താമസിപ്പിക്കാൻ അവരെ ശല്യപ്പെടുത്താൻ അവർ അവിടുത്തെ മാറി സ്ഥലത്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ അവനെ കൊന്നു കളയണം, എടുത്ത് കളയാം. തിരിച്ചാഴിയാ? അല്ല. ചിലപ്പോൾ ഞാനതിനെ കൊണ്ട് കൂടെ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇഷ്ടം പോലെ. എനിക്ക് പേടിയുള്ളൊരു അല്ല. എനിക്ക് ഭയങ്കര വെറുപ്പാ അത് വന്നു കഴിഞ്ഞു. ഇഷ്ടമല്ല, ഭയങ്കര ടെൻഷനാണ്. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. പാമ്പ്? അല്ല. പിന്നെ പാമ്പല്ലയോ ഇത്? പറയട്ടെ, കഴിഞ്ഞു. ഉത്തരം നോക്ക്.